ദമ്പതിമാരായ ജില്ലാ ജഡ്ജിമാരുടെ വീട്ടിലുൾപ്പെടെ 2 വീടുകളിൽ ഒരേ രാത്രി മോഷണം നടത്തിയ കള്ളൻ പിടിയിൽ. മോഷ്ടിച്ച സ്കൂട്ടറിൽ കറങ്ങി നടന്നാണ് പിടിയിലായി നൌഷാദ് കവർച്ച നടത്തിയിരുന്നത്. പെരുമ്പാവൂർ കുറുപ്പംപടി പോലീസിന്റെ ശാസ്ത്രീയ അന്വേഷണമാണ് നിരവധി മോഷണ കേസുകളിലെ പ്രതിയായ നൌഷാദിനെ വലയിലാക്കിയത്. കഴിഞ്ഞ ശനിയാഴ്ച രാത്രി 2 വീടുകളെ ലക്ഷ്യമിട്ട് നടന്ന മോഷണ ശ്രമം. അതിലൊന്ന് ദമ്പതികളായ ജില്ലാ ജഡ്ജിമാരുടെ വീട്. കൊല്ലം ജില്ലാ ജഡ്ജിമാരായ PN വിനോദിന്റെയും ബിന്ദു സുധാകരന്റെയും പുല്ലുവഴിയിലെ വീട്ടിലാണ് കള്ളൻ ആദ്യം കയറിയത്. വാതിൽ തകർത്ത് അകത്തു കടന്നെങ്കിലും ഇവിടെ മോഷ്ടിക്കാൻ ഒന്നുമുണ്ടായിരുന്നില്ല. ഇതിന്റെ ദേഷ്യത്തിൽ വീടിന് പുറത്തുണ്ടായിരുന്ന CCTV ക്യാമറകൾ തകർത്ത ശേഷം നൌഷാദ് പുല്ലുവഴി ജയകേരളം സ്കൂളിന് സമീപത്തെ ആളൊഴിഞ്ഞ മറ്റൊരു വീട്ടിൽ കയറി. അവിടെ അലമാരയിൽ സൂക്ഷിച്ചിരുന്ന 3 പവൻ സ്വർണം കൈക്കലാക്കി. മൂവാറ്റുപുഴ സ്വദേശിയാണെങ്കിലും പെരുമ്പാവൂരിലാണ് നൌഷാദ് താമസിച്ചിരുന്നത്. പ്രത്യേക അന്വേഷണ സംഘം ഇയാളെ ചോദ്യം ചെയ്തതിൽ നിന്ന് ഇതുവരെ 11 മോഷണങ്ങൾ നടത്തിയതായി വ്യക്തമായിട്ടുണ്ട്. മൂവാറ്റുപുഴ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ നിന്ന് മോഷ്ടിച്ച സ്കൂട്ടർ ഉപയോഗിച്ചായിരുന്നു നൌഷാദിന്റെ സഞ്ചാരം. പൂട്ടിയിട്ടിരിക്കുന്ന ആളില്ലാത്ത വീടുകളാണ് പ്രധാനമായും ഇയാൾ ലക്ഷ്യമിട്ടിരുന്നത്. മൂവാറ്റുപുഴ, അങ്കമാലി, ആലുവ, ചെങ്ങമനാട്, നെടുമ്പാശ്ശേരി, എറണാകുളം സൗത്ത്, എറണാകുളം നോർത്ത് എന്നിവിടങ്ങളിലെ സ്റ്റേഷൻ പരിധികളിൽ നൌഷാദ് പ്രതിയായ മോഷണ കേസുകളുണ്ടെന്ന് പോലീസ് അറിയിച്ചു. മോഷ്ടിച്ച പണവും സ്വർണവും ഉപയോഗിച്ച് ഗോവയിലേക്ക് യാത്ര, ആർഭാട ജീവിതം, ചൂതുകളി, ഇതാണ് നൌഷാദിന് ഹരം. ശാസ്ത്രീയമായ അന്വേഷണവും CCTV ദൃശ്യങ്ങളുടെയും സാങ്കേതിക തെളിവുകളുടെയും കൃത്യമായ വിശകലനവുമാണ് പ്രൊഫഷണൽ കള്ളനെ പിടിക്കാൻ കുറുപ്പംപടി പോലീസിനെ സഹായിച്ചത്. മോഷണം നടന്ന് 5 ദിവസത്തിനുള്ളിൽ കള്ളനെ പൊക്കിയ പോലീസിന് നാട്ടുകാരുടെ വക അഭിനന്ദനവുമുണ്ട്. ന്യൂസ് മലയാളം, കൊച്ചി.